സോ ഗൈസ് വാഷ് ബെറ്റർ ദാൻ എ GT. ഇറ്റ്സ് ആൾവേസ് 2 GTs. നമ്മൾ റിവ്യൂവിന് കൊണ്ടുവന്നത് ഒരു GT അല്ല 2 GT. ഈ സ്റ്റിക്കർ ഇതിൽ ചുമ്മാ അടിച്ചു വെച്ചേക്കില്ല, ഇതിൽ കോഡ് 6 ട്യൂണും ചെയ്തിട്ടുണ്ട്. തീ വരുന്നൊരു സെറ്റപ്പ് ഉണ്ട്, അതിപ്പോൾ കാണിക്കാൻ പറ്റില്ല. ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. റെഡ് റൂസ്റ്റർ പെർഫോമൻസ് സോഫ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടിടത്തിൽ. പിന്നെ ഇതിലാണെങ്കിൽ സീറ്റ് കൗൾ ചെയ്തിട്ടുണ്ട്, റെഡ് ലൈറ്റ് മാറ്റി -HJG ലൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു വണ്ടിയിൽ കോഡ് 6 ട്യൂൺ കൂടെ ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടിലും ബാറിൻ്റെ മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോയിലൊക്കെ പോകുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ഒരു കാര്യം പറയാം, ചാനലിനകത്തൊരു കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, പിന്നെ ലൈക്ക് കൂടി ഇപ്പോഴേ അടിച്ചേക്ക്. കാരണം അവസാനം ആരും അടിക്കാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാൻ പറ്റും. ഷെയർ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. വേണമെങ്കിൽ ഷെയർ ചെയ്യാം. ഷെയർ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഒരു എഞ്ചിൻ സൈസ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, ഒരു ഭീമാകാരമായൊരു എഞ്ചിനാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല, കാരണം ഈ ഒരു വണ്ടിക്ക് ഒരുപാട് പേർക്ക് അറിയാം. ജസ്റ്റ് ഈ ഒരു വണ്ടി ഓടിക്കേണ്ട ഫീലും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൽ ചെയ്തേക്കുന്ന മോഡിഫിക്കേഷൻ കാര്യമാണ് പറയാൻ പോകുന്നത്. ക്രോം വേരിയൻറ്റ് ഇതാണ് ഏറ്റവും ടോപ്പ് വേരിയൻറ്റ്. നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തുമാത്രം ഒരു ഇതുണ്ടെന്ന്. എന്നെ ഈ മുഖം നിങ്ങൾക്ക് ഈ ഒരു വണ്ടി കാണാൻ പറ്റുമെന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു. പിന്നെ ഈ ഒരു വണ്ടി ഇതിൻ്റെ കാട്ടി കുറച്ച് പഴയ മോഡലാണ്, അതുകൊണ്ട് ഇതിൽ അഡ്ജസ്റ്റബിൾ ബ്രേക്ക് ആൻഡ് ക്ലച്ച് ലിവേഴ്സ് വരുന്നില്ല. അതിൽ അഡ്ജസ്റ്റബിൾ ബ്രേക്ക് ആൻഡ് ക്ലച്ച് ലിവേഴ്സ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ ഒരു അഡ്ജസ്റ്റബിൾ ബ്രേക്ക് ആൻഡ് ക്ലച്ച് ലിവർ ഇതിനെല്ലാം റേറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 6000 രൂപ കണ്ടാണെന്ന് തോന്നുന്നു ആ ഒരു ക്ലച്ച് ലിവറൊക്കെ മാറാൻ വേണ്ടി. അതാണ് ഇവ എപ്പോഴും മാറാതെ വെച്ചേക്കുന്നത്. വണ്ടി എടുത്താൽ ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സോഫ്റ്റ് മാറ്റുന്നതാണ്. സാധാരണ രീതിക്ക് ഈ എൻ്റെ വണ്ടിയിലൊക്കെ തന്നെ ഈ ചാത്ത സോഫ്റ്റൊക്കെ വെച്ച സൗണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടാകുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷേ ഈ ഒരു സാധനം വെച്ചാൽ പക്കാ വേർത്താണ്. ഇതിൻ്റെ സ്റ്റോക്ക് സോഫ്റ്റ് നല്ല രീതിക്ക് വെയിറ്റ് ഉണ്ട്. ആ ഒരു സാധനം വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വണ്ടിയുടെ വെയിറ്റ് നല്ല രീതിക്ക് കുറയും, അപ്പോൾ കുറച്ച് പവർ കൂടെ കൂടും. പിന്നെ ഈ ഒരു 2 സോഫ്റ്റ് കുറച്ച് എക്സ്പെൻസീവാണ്, 20,000 അടുപ്പിച്ച റേറ്റ് വരും. പിന്നെ ഈ സീറ്റ് കവറാണെങ്കിൽ 6000 ആവും. പിന്നെ ഈ ലൈറ്റിൻ്റെ റേറ്റ് കറക്റ്റ് അറിയാൻ വയ്യ, എങ്കിലും സാധനം പക്കാ നൈസാണ്. പിന്നെ ആ ഒരു വണ്ടിയിലാണെങ്കിൽ കാണിച്ചു തരാം. ഈ സ്റ്റിക്കർ ഇതിൽ ചുമ്മാ അടിച്ചു വെച്ചേക്കില്ല, ഇതിൽ കോഡ് 6 ട്യൂണും ചെയ്തിട്ടുണ്ട്. ആ പോപ്സ് ആൻഡ് ബാങ്ക് സൗണ്ടൊക്കെ എന്ത് ചെയ്യാം, ഞാൻ ഓടിക്കുന്ന സമയത്ത് കേട്ടിടാം. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ നോർമലായിട്ടുള്ള വണ്ടിയിൽ ചാത്തനൊക്കെ വയ്ക്കുന്ന സൗണ്ട് എത്തി ബോറാണ്. പക്ഷേ ഈ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. ബട്ട് ദിസ് തിങ് ഇറ്റ്സ് പ്യുവർ അഡ്രിനാലിൻ ഓർഗാസം. ഇവിടെ നിന്ന് ഒരുപാട് സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ നോക്കുന്നു. മറ്റേ പറഞ്ഞല്ലോ ഇതിൻ്റെ ബ്രേക്ക് ലിവേഴ്സിനൊക്കെ ഇതിൻ്റെ അല്ല, അതിൻ്റെ 6000 രൂപ അടുപ്പിച്ച റേറ്റ് വരും. പക്ഷേ ഇതിൻ്റെ ഇൻഡിക്കേറ്ററിനൊക്കെ എനിക്ക് വന്ന് 150 രൂപ അടുപ്പിച്ച പ്രൈസ് വരും. പിന്നെ ബാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആവുന്നത്. ഇതിലിപ്പോൾ ഡിസപ്പോയിൻറ്റഡ് ആവില്ല, കാരണം ഇതിൽ കുറച്ച് വലിയ ടയർ ഇട്ടിട്ടുണ്ട്. നോർമലായിട്ട് സ്റ്റോക്കായിട്ട് വരുന്ന ടയറൊക്കെ കുറച്ച് ഷോകമാണ്. ഷോകം എന്ന് വെച്ചാൽ ലുക്ക് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഒരു ഫാൻ ഓടിക്കാൻ സെറ്റാണ്. നമുക്കിനി ഇത് ഓടിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഈ ഒരു വണ്ടി കയറി ഇരിക്കാൻ പക്കാ നൈസ് ഫീലാണ്. ഈ ക്ലച്ച് ലിവർ പകുതിയേ ഉള്ളൂ, പക്ഷേ അത് കുഴപ്പമില്ല, കാരണം ഞാൻ 2 വിരൽ മാത്രമേ നോർമലായിട്ട് ക്ലച്ചും ബ്രേക്കും പിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യാറുള്ളൂ. ഈ ഒരു വണ്ടി നിങ്ങൾ റോട്ടിൽ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് പേര് നിങ്ങളെ ശ്രദ്ധിക്കും. അങ്ങനെ ഒരുപാട് പേര് ശ്രദ്ധിക്കണമെന്നൊരാഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു വണ്ടി തന്നെ എടുക്കുക. പിന്നെ പലരും ഇതിനെ ഒരു RC 390 ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ RC 390 ഓടിക്കുന്ന ഫീല് വേറെയാണ്, ഇത് ഓടിക്കുന്ന ഫീല് വേറൊരു ഫീലാണ്. ഇത് ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വേറൊരു വണ്ടിയിൽ കിട്ടാൻ പോകുന്നില്ല. കാരണം നല്ല രീതിക്ക് വെയിറ്റ് ഉണ്ട്, നിങ്ങൾ വീഴുമെന്നേ നിങ്ങൾക്ക് തോന്നില്ല ഈ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇത് വീണ് കഴിഞ്ഞാൽ പിന്നെ എടുക്കാനൊന്നും നിൽക്കണ്ട, കാരണം എന്തായാലും നിങ്ങൾ വീഴും. വീഴുന്ന പേർക്ക് നിങ്ങൾക്ക് തരുന്ന കോൺഫിഡൻസ് അപാരമായിരിക്കും. പക്ഷേ വീണ് കഴിഞ്ഞാൽ പോയി എന്ന് പറഞ്ഞാൽ മതി. ഇത് നൂറ്റൊന്നും എടുക്കുന്ന കുറച്ച് പാടുള്ള കാര്യമാണ്, കാരണം നല്ല രീതിക്ക് വണ്ടിക്ക് വെയിറ്റ് ഉണ്ട്. ഈ ഒരു വണ്ടിയിൽ കോഡ് 6 ട്യൂൺ ചെയ്തിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിൻ്റെ ഇത് കാണിച്ചു തരാം. ഇപ്പോൾ വണ്ടിയുടെ ഞാൻ ത്രോട്ടിൽ എടുക്കാത്തപ്പോൾ വണ്ടി പൊട്ടുന്ന സൗണ്ടുകൾ കേട്ടിട്ടുണ്ടാവും. ഇതാണ് പോപ്സ് ആൻഡ് ബാങ്ക്സ് ട്യൂണ്. ഇതിൽ തീ വരുന്നൊരു സെറ്റപ്പ് ഉണ്ട്, അതിപ്പോൾ കാണിക്കാൻ പറ്റില്ല, കുറച്ച് രാത്രി ആയാലേ കാണിക്കാൻ പറ്റൂ. ആ ഒരു ക്ലിപ്പ് ഞാൻ എടുത്തിട്ട് ഇതിൽ തന്നെ ആഡ് ചെയ്തേക്കാം. പിന്നെ ഈ ഒരു വണ്ടി ഓടിക്കാൻ നല്ല ഫീലാണ്, പക്ഷേ കുറച്ച് ഹീറ്റിംഗ് ഉണ്ട്. ആ ഹീറ്റിംഗ് എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ട്രാഫിക്കിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീക്കണലിൽ കൂടെ നടക്കുന്നൊരു ഫീലായിരിക്കും കിട്ടുന്നത്. എന്ത് കാര്യമുണ്ടെങ്കിലും അതിന് പോസിറ്റീവ്സും അതിൻ്റെ നെഗറ്റീവ്സും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവ് എന്ന് വെച്ചാൽ നിങ്ങൾ തണുത്ത സ്ഥലം മൂന്നാർ അവിടെയൊക്കെ പോവുകയാണെങ്കിൽ ഈ ഒരു എഞ്ചിൻ്റെ ചൂടൊക്കെ അറിഞ്ഞ് ഒരു നൈസ് വൈബിൽ അങ്ങ് നിങ്ങൾക്ക് വണ്ടി ഓടിച്ചിട്ട് പോകാൻ പറ്റും. പിന്നെ ഇതിലിപ്പോൾ ഈ പൊട്ടലും ചീറ്റലൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് പേരെ നോക്കുന്നുണ്ട്. സിഗ്നലിലൊക്കെ പോയി നിൽക്കുമ്പോൾ അറിയാം എന്തുമാത്രം ഉണ്ടെന്ന്. പിന്നെ നല്ല വെയിറ്റും ഉണ്ട്, വണ്ടി കൈ നിൽക്കുകയും ചെയ്യും. നിങ്ങൾ ഹൈവേയിലേക്ക് കയറിയാലും ഈ ഒരു വണ്ടി നിങ്ങൾ ഓടിക്കുകയാണെങ്കിൽ കാറ്റ് പിടിക്കുമെന്നുള്ള പേടിയെ നിങ്ങൾക്ക് വേണ്ട. ഇതിൽ പ്രോ ഡിസ്ക് ഒക്കെ വെച്ചാൽ പോലും നിങ്ങളതൊട്ടും അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ഇത് രക്തമല്ലേടാ, ഇത് അങ്ങോട്ട് പോകേണ്ട, പോലീസ് പിടിച്ചാൽ ചിലപ്പോൾ സീനാവും. ഈ ഒരു വണ്ടി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതിലൊരു ബ്രും ഗിയർ ഷിഫ്റ്റിംഗ് ഉണ്ട്. ട്രാഫിക്കിലൊക്കെ നിങ്ങൾ ഈ ഒരു വണ്ടി കൊണ്ട് ഇങ്ങനെ ബ്രും അടിച്ച് നിർത്തുകയാണെങ്കിൽ എല്ലാവരും നിങ്ങളെ നോക്കും. നേരത്തെ പറഞ്ഞല്ലോ ചാത്തൻ എസോഫ്റ്റിനൊക്കെ
ഒരു ഊമ്പിയ സൗണ്ടാണെന്ന്. പക്ഷേ ദിസ് തിങ് ഇറ്റ്സ് പ്യുവർ അഡ്രിനാലിൻ ഓർഗാസം. ഈ ഒരു സാധനം ഓടിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും നോക്കും, നാട്ടുകാരിപ്പോൾ തെറി വിളിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ബട്ട് ഇറ്റ് സ്റ്റിൽ വർത്ത് ഇറ്റ്. ഈ ഒരു സാധനം മോനെ കിട്ടില്ല. ഈ കോർണേഴ്സിലായാലും വണ്ടി ഒന്ന് റവ് ചെയ്യുമ്പോൾ ഉള്ള സൗണ്ട് അപാരമാണ്. ഞാനിപ്പോൾ 2 കിലോമീറ്റർ എത്തിയത് പോലും അറിയാൻ വയ്യ. പിന്നെ ഈ ഒരു വണ്ടി എടുത്താൽ തന്നെ നിങ്ങൾ ഈ ഒരു SOFT മാറ്റി വെക്കുക. ഇനി എത്ര രൂപ ഫൈൻ കിട്ടിയാലും ഈ ഒരു വണ്ടി തന്നെ ഇവ എടുത്തിട്ട് SOFT മാറ്റി 7,000 രൂപ ഫൈൻ കിട്ടിയിട്ടുണ്ട്. ആ ഒരു പിക്ക് ഞാൻ മുകളിൽ കാണിച്ചേക്കാം. എങ്കിലും ഇപ്പം മാറ്റിയിട്ടില്ല. കാരണം ഈ ഒരു സാധനം വെച്ചിട്ട് ഈ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കൊന്നാലും ഈ ഒരു സാധനം മാറ്റാൻ തോന്നില്ല. പിന്നെ മിററില്ലാത്ത മാത്രം എനിക്ക് പ്രശ്നമായിട്ട് തോന്നുന്നത്. പക്ഷേ ഈ മിറർ വെച്ചാൽ ഇതിൻ്റെ ലുക്ക് പോവും. ഈ ബാറിൻ്റെ മിററാൻ വെച്ചേക്കുന്നത് ഒരു ഉപയോഗമില്ല, ചുമ്മാ ഒരു ഫാൻസിക്ക് മാത്രം വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ RC ഇതിനൊക്കെ അടിക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ട്. ബട്ട് അത് ഇതുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. രണ്ടും 2 കാറ്റഗറിയാണ്. ഇത് ഓടിച്ചാൽ വേറെ ഫീലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, അത് ഓടിച്ചാലും വേറെ ഫീലാണ് കിട്ടുന്നത്. പിന്നെ ത്രോട്ടിൽ കൊടുക്കാത്തപ്പോൾ വണ്ടി പൊട്ടുന്നതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാൻ തോന്നുന്നുണ്ട്. ഞാൻ ഈ സംസാരിക്കുന്നത് നിങ്ങൾക്ക് എത്രമാത്രം കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഈ ഒരു SOFT നോട്ട് നല്ല രീതിക്ക് ലൗഡാണ്. ഈ ഒരു പൊട്ടുന്ന കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഗ്യാസിൻ്റെ സൗണ്ട് നേരത്തെ അവിടെ എനിക്ക് കേൾപ്പിക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പം നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം. ആ പോപ്സ് ആൻഡ് ബാങ്ക്സ് സൗണ്ട് കൂടെ ഉള്ളപ്പോൾ വണ്ടി വേറെ ലെവലാണ്. പിന്നെ ഇതിൽ വേറെ കാര്യം കാണിച്ചാൽ ടയർ മൊട്ടയാണ്. അതൊന്നും എന്തായാലും മാറ്റണം. കാരണം ഇതിന്നൊക്കെ വീണ് കഴിഞ്ഞാൽ എന്തായാലും ആൾ വടിയാവും. ഈ ഒരു വണ്ടി 2 ദിവസം ഈ റോഡിൽ കൂടി ഓടിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ എനിക്ക് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ ഒരവസ്ഥ ഉണ്ടാവും. അതെനിക്കിപ്പോൾ മനസ്സിലായി. നാട്ടുകാരെല്ലാം എനിക്കെതിരെ തിരിയും കേസ് ഈ ഒരു SOFT വെച്ചിട്ട് നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഈ പോപ്സ് ആൻഡ് ബാങ്ക്സ് കൂടെ തേർന്നു കഴിഞ്ഞാൽ സമാധാനമാവും. ഒരുപാട് പേര് നോക്കുന്നതും ചീത്ത വിളിക്കുന്നതൊക്കെ ഉണ്ട്. ഇതിപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അവിടെ ആയതുകൊണ്ടാണ് എനിക്ക് അടിയും കാര്യങ്ങളൊന്നും കിട്ടാത്തത്. ഇല്ലെങ്കിൽ ഒരു 2-3 അടി കിട്ടേണ്ട സമയം കഴിയും. ബട്ട് ഈ ഒരു ഫീല് വേറെ തന്നെയാണ്. അപ്പോൾ ഇത് വണ്ടിയുടെ ആക്രമണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് 3 വണ്ടി വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഷോർട്ട് വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ അടിയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ എനിക്ക് നല്ല റഫർ ചെയ്തേക്കാം. ഒരു മൈലേജും കാര്യങ്ങളിലൊന്നും ഞാൻ വല്ലാണ്ട് ഫോക്കസ് ചെയ്യാത്തത്. കാരണം ഈ ഒരു വണ്ടി മൈലേജിനൊന്നും നോക്കിയാൽ ആരാലും എടുക്കുന്നത് ഇതിനൊരു 18-15 ആ റേഞ്ചിലാണ് യുവമാർക്കൊക്കെ ഇപ്പോൾ എന്തായാലും കിട്ടുന്നത്. പെർഫോമൻസ് SOFT ഒക്കെ വെച്ചുകൊണ്ട് ചെറിയ രീതിക്ക് അങ്ങോട്ട് കൊണ്ട് വ്യത്യാസമൊക്കെ വരും. മൈലേജ് നോക്കിയിട്ട് കാര്യമില്ല, പക്ഷേ ഓടിക്കാൻ വേറൊരു ഫീൽ തന്നെയാണ്. ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കമൻസ് കൂടി ഞാൻ ഇരിച്ചടി കൂടെ കണ്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. പുതിയ വീഡിയോ കാണുന്നവരെ ബൈ.